അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ-3 എന്ന കപ്പലിലെ മൂന്ന് കണ്ടെയ്നറുകൾ കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അടിയുകയാണ്. ഇപ്പോൾ രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയടിക്കൽ ഭാഗത്തടക്കം, ശക്തികുളങ്ങര ഭാഗത്തടക്കം കണ്ടെയ്നറുകൾ അടിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏത് രീതിയിലാണ് ഈ ജാഗ്രത നിർദ്ദേശം അടക്കം പുറപ്പെടുവിച്ചിട്ടുള്ളത്? നിലവിൽ 9 കണ്ടെയ്നറുകളാണ് നമ്മുടെ കൊല്ലം തീരത്ത് അടിച്ചിട്ടുള്ളത്. ഒന്ന് ഈ പറയുന്ന ചെറിയഴീക്കൽ, അത് കൂടാതെ 8 നമ്മുടെ ഈ ശക്തികുളങ്ങര നീണ്ടകര ഭാഗത്തായിട്ട് പരിമണം ഭാഗത്തായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൺമുമ്പിൽ തന്നെ 3 നമ്മളിന്ന് രാവിലെ വന്നപ്പോൾ ശക്തികുളങ്ങര ഭാഗത്ത് കാണിച്ചതാണ് ഈ കണ്ടെയ്നറുകൾ. ഇത് 3 ഒരുമിച്ച് ലോക്കഡാണ്. ഇതിൽ ശീതീകരണ സംവിധാനമുള്ളതാണ്. ഒരുപക്ഷെ ഈ പെരിഷബിളായിട്ടുള്ള ഏതെങ്കിലും ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവരുന്ന കണ്ടെയ്നർ ആയിരിക്കാം, മത്സ്യം കയറ്റുമതി ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കാം, ഏതാണെന്ന് നമുക്ക് ഉറപ്പില്ല. എന്തായാലും ഇത് ശീതീകരണ സംവിധാനമുള്ളതായതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഹസാർഡ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ഇത് ഒന്നും തുറന്ന നിലയിലല്ല, ഇതിനുള്ളിൽ ഈ ചരക്കുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു അനുമാനം. അതിനി പൂർണ്ണമായും തുറന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ ഇത് ശൂന്യമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം, ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിക്കൂ. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തണം. അവിടെ എത്തി അവരുടെ കസ്റ്റഡിയിൽ അവരാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ, അവരാണ് ഇത് മുഴുവനും ഏറ്റെടുക്കേണ്ടുന്നതും അത് ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടുന്നതും. ജില്ലാ ഭരണകൂടം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അധ്യക്ഷൻ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗം കളക്ട്രേറ്റിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു ഓൺലൈനിൽ മീറ്റിങ്ങുകൾ തുടരുന്നു. നിലവിലുള്ള സ്ഥിതിഗതികൾ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ കടലിൽ ഏതാണ്ട് 20ഓളം ഈ കണ്ടെയ്നറുകൾ പല സ്ഥലത്തായി ഒഴുകി നടക്കുന്നതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് വൈകിട്ടോടുകൂടി ഇത് മുഴുവനും, വൈകിട്ടോ അതിന് മുമ്പോ ഇത് മുഴുവനും ഒഴുകി കൊല്ലം തീരത്ത് വരാനും അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ കൊല്ലം തീരത്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ പല കണ്ടെയ്നറുകളും തകർന്ന നിലയിൽ പല ഭാഗങ്ങളായി കടലിൽ ഒഴുകി നടക്കുന്നതായി പറയുന്നു. അതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട്. അവരുടെ യാനങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ തട്ടി, ഇരുമ്പ് ഭാഗങ്ങളാണെല്ലാം ഭാരമേറിയവയാണ്, അത് തട്ടിക്കഴിഞ്ഞാൽ അത് ബോട്ടുകൾക്ക് കേടുപാട് സംഭവിക്കും, വലകൾക്ക് നാശനഷ്ടം സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക അവർ പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഇതെല്ലാം ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഈ ആഴക്കടലിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കൂടി നിയന്ത്രണത്തിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം. അവരുടെ കൂടി ഒരു അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച് ഇനി ജില്ലാ ഭരണകൂടത്തിന് പോലും എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. നിരന്തരം അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. തീരത്തുള്ളവർ ഇപ്പോൾ പോലീസ് ഇവിടെ ആളുകളെയെല്ലാം വിലക്കി ദൂരേക്ക് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ കമാൻഡോ ഫോഴ്സിനെ തന്നെ ഇവിടെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഈ മുഴുവനും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെയെല്ലാം മാറ്റി ദൂരത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇതിനടുത്തേക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം നേരത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പുറപ്പെടുവിച്ചത്. നമ്മളാണ് ഇപ്പോൾ റിസ്ക് എടുത്ത് ഇതിൻ്റെ തൊട്ടരികെ നിൽക്കുന്നത്. ബാക്കി പോലീസ് ഉദ്യോഗസ്ഥരായാലും ഇവരെല്ലാം വളരെ അകലെ മാറി ഇപ്പോൾ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആതിര. രാജ്കുമാർ, നമ്മളാണെങ്കിലും അത്രത്തോളം ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഈ ദൃശ്യങ്ങളിലടക്കം കാണാൻ കഴിയുന്നുണ്ട്. ഒട്ടനവധി ആളുകളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള ജാഗ്രത നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആൾക്കാരോ അത്തരത്തിൽ അവരുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ രാജ്കുമാർ? പ്രതികരണങ്ങൾ ഇപ്പോൾ ചേട്ടാ, നിങ്ങൾ ആശങ്കയുണ്ടോ? ഇതൊക്കെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനടുത്തേക്ക് പോകരുത്, ചിലപ്പോൾ ഇതിനകത്ത് വിഷാംശമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ആശങ്കകളൊക്കെ? സ്വാഭാവികമായും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശാനുസരണം ഇത്തരം സാധനങ്ങൾ കരക്കടിയുന്നതിനകത്ത് ആശങ്കയാണ്, തീരത്തെ ജനങ്ങൾക്ക് ആശങ്കയാണ്. അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതിനകത്ത് കെമിക്കലുകൾ കലർന്ന മത്സ്യങ്ങൾ കൊണ്ടുവന്നാൽ വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം, ജീവിതത്തിന് തന്നെ പ്രതിസന്ധി നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അടിയന്തരമായിട്ട് ഇപ്പം തന്നെ ഈ കണ്ടെയ്നർ കെട്ടിയത് യാതൊരു കാരണവശാലും ഇത് പൊതുജനങ്ങൾ തുടരുന്നതാണ് നിർദ്ദേശം. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിനകത്ത് വലിയ ആശങ്കയിൽ തന്നെയാണ്, നാടിലെ ജനങ്ങളുടെ ആശങ്ക തന്നെയാണ് ഇത്. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും താങ്കളൊക്കെ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, എപ്പോഴെങ്കിലും ഇതുപോലെ കണ്ടെയ്നറുകൾ തീരത്ത് വന്നതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ? അങ്ങനെ ഒരു മാസമായ ഒരു പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ചെറിയ വിഷയങ്ങളിൽ കൊച്ചു ബോട്ടുകൾ തടരുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ, ബോട്ടുകൾ കടലിൽ തകർന്ന് വീണതിൻ്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞു കയറുന്നതല്ലാതെ, അല്ലെങ്കിൽ വലിയ കൂറ്റൻ മത്സ്യങ്ങളോ അല്ലെങ്കിൽ ഈ സ്രാവുകൾ, കടലാമകളൊക്കെ വരുന്നതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിര കൂടുതൽ പ്രതികരണം.
കാണാൻ വേണ്ടി ഒരു കൗതുകമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണല്ലോ നിങ്ങളെ സംബന്ധിച്ച്. അതെ. അതിനപ്പുറം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ രാവിലെ ഒരു 7 മണിയോടെയാണ് ആളുകൾ ശ്രദ്ധിച്ചതും ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞ് മറ്റുള്ള അടുത്തു നിന്നൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഭാഗത്ത് കാണത്തക്ക തരത്തിൽ ഇപ്പോൾ 3 കണ്ടെയ്നറുകളാണ്. ഒന്ന് പുലിമുട്ടിൻ്റെ ഭാഗത്തേക്ക് ചേർന്ന് ഒരെണ്ണം അവിടെ അടിഞ്ഞിരിക്കുവാണ്. ഇത് ഒഴുകിയ അവസ്ഥയിലാണ് കരയിലേക്ക് ഇപ്പോൾ നമ്മൾ കയറ്റിയത്. പിന്നെ ഒരെണ്ണം ഇവിടെ നിന്നാൽ തന്നെ ഒരെണ്ണം കാണത്തക്ക തരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നവരൊക്കെ വിളിച്ച് പറഞ്ഞ് ഓരോരുത്തർ കാണാൻ കൗതുകത്തോടെ എത്തുന്നുണ്ട്. ഇവിടെ ഇപ്പം ഈ ഒരു ഭാഗം മുഴുവൻ ആളുകൾ തിങ്ങി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇപ്പം എല്ലാവരുടെയും ഇടപെടലോടെ പോലീസുകാരുൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് ആൾക്കാരുടെ ആശങ്ക കൂടി അതിനകത്തൊരു കാരണമാണ്. തൽക്കാലം ഇങ്ങനെ നമ്മൾ ആ തെങ്ങിൻ്റെ ഭാഗത്തേക്ക് അവർ കെട്ടി നിർത്തിയിരിക്കുകയാണ്. സമീപത്തേക്ക് പോകരുതെന്ന് പോലീസ് നിർദ്ദേശം തന്നിട്ടില്ല? തീർച്ചയായും നിർദ്ദേശം ഇപ്പോൾ തന്നിട്ടുണ്ട്. 200 മീറ്ററിന് ഇപ്പുറത്തേക്ക് ആരും വരാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തിങ്ങി നിരുന്ന ആളുകളെ മുഴുവനും ബാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ആളുകൾക്ക് ഈ ഒരു കൗതുകം കൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ നിന്ന് കാണുന്നുണ്ട്. കടലുമായി ബന്ധപ്പെട്ട വ്യക്തി ആയിരിക്കുമല്ലോ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് നമ്മൾ കൗതുകം തന്നെ. നമ്മളിത് ഇങ്ങനെ ഒരു പ്രതീക്ഷയിൽ വരുന്നതിൽ ആശങ്കയുണ്ട്. ജനത്തിന് എന്താണ് പരിഭ്രമമുണ്ട്. ജനം എങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്താണെന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 20 മീറ്ററും കൊണ്ട് മാറ്റി ആൾക്കാരെ പുറത്തോട്ട് മാറ്റിയിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ വേണ്ടതുപോലെ ചെയ്യും. അതിൽ നാട്ടുകാർക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ, ആ സഹോദരി പറഞ്ഞതുപോലെ കൗതുകവുമാണ്, ഒപ്പം അതിനപ്പുറത്ത് ആശങ്കകളുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ സംവിധാനങ്ങൾ നിലവിൽ ഇതൊക്കെ സാങ്കേതികമായ പ്രശ്നങ്ങൾ കൂടിയാണ്. അത് മനസ്സിലാക്കി വേണം ഇതിൽ ഓരോ നടപടികൾക്ക് പോകാൻ. സാധാരണ എന്തെങ്കിലും ഇത് വെള്ളത്തിൽ വീഴുന്ന അല്ലെങ്കിൽ പുഴയിൽ മറിയുന്നത് പോലെ എളുപ്പം ഇത് കരയിലേക്ക് കയറ്റാൻ കഴിയുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇതിനുള്ളിലുള്ള ഹസാർഡ്സായിട്ട് എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് എന്താണ് ഇപ്പോൾ പെരിഷബിൾ ഐറ്റംസിൻ്റെ ശീതീകരണ സംവിധാനം ഉണ്ടെങ്കിലും ഇതിനുള്ളിൽ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ദിവസം കോസ്റ്റ് ഗാർഡ് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ചത്. ഒരു കാരണവശാലും ഇതിന് സമീപത്തേക്ക് പോകരുത്, ഇതിനുള്ളിലുള്ള ഈ കണ്ടെയ്നറിനുള്ളിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല, ചിലപ്പോൾ രാസപദാർത്ഥങ്ങൾ ഉണ്ടാകാം, അത് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കും എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത പാലിക്കുന്നത്. ഇനി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കേരളത്തിൻ്റെ ഈ കൊല്ലം തീരത്തേക്ക് വരണം, അവർ വന്ന് ഇതിന് മുഴുവനും കണക്കുകൾ എടുക്കണം. ഒപ്പം തന്നെ ഇവിടുന്ന് മാറ്റുന്നതിനുള്ള നടപടി കൂടി ഇനി കസ്റ്റംസ് വേണ്ടി മുൻകൈ എടുക്കാൻ. അതിനാണ്. ശരി, വ്യക്തമാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.